കോമഡി ത്രില്ലറാണ്. സെക്കൻഡ് ഹാഫ് ഫുൾ ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്. അടിപൊളി പടമാണ്, ഒരു രക്ഷയില്ല. പിന്നെ നല്ല കടിയാണ്. ഫുൾ ഹൗസ്ഫുൾ ആണ്. നല്ല പടമായി. മ്യൂസിക് വിഷ്ണു വിജയ് നന്നായിട്ട് ചെയ്തു. സിനിമോട്ടോഗ്രാഫിയാണ് ഇതിനകത്ത് ഏറ്റവും സൂപ്പർ ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിലും അൻവർ റഷീദ് ഒരു പടം എടുത്തു കഴിഞ്ഞാൽ, പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, ഫുൾ അടിപൊളി പടമാണ്. കിട്ടി. ശ്രീനിവാസൻ അങ്ങനെ എന്തോ ആണ് ഡയറക്ടറുടെ പേര്. പുള്ളിയുടെ ഫസ്റ്റ് പടം ഒരിക്കലും പറയത്തില്ല. അജാതി മേക്കിംഗ് ആണ് പടത്തിന്റെ. കിടിലം മേക്കിംഗ്, ഒരു രക്ഷയില്ല. എന്റെ 4 ഇരട്ടി എക്സ്പെക്ടേഷൻ ഉണ്ട്. പടം ഒരു രക്ഷയില്ല. കിടിലമാണ്. കിടിലം മേക്കിങ്ങും കിടിലം ലെവലിൽ തന്നെ ഒരു പടം തുടങ്ങി അവസാനം വരെ നല്ല എക്സൈറ്റ്മെന്റിലുണ്ട് പടം. ലാസ്റ്റ് മിനിറ്റ് അങ്ങനെയല്ല, നമുക്ക് ഒരു സസ്പെൻസ് ലെവലിലാണ് ഇരിക്കുന്നത്. പക്ഷെ പടം നമുക്ക് തുടക്കം പോലെ അവസാനം വരെ ആരാണെന്ന് മനസ്സിലാവൂല. ഉറപ്പായിട്ട് കഴിഞ്ഞ വർഷം ആവേശം കൊണ്ടുവന്ന് അത്രയും ലെവലിൽ അൻവർ റഷീദ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഈ പടം കൊണ്ട് തന്നെ ആയിരിക്കും ഉറപ്പായിട്ട്. എല്ലാം വേറെ ലെവലാണ്. ഓരോ സീനും പക്കയായിട്ട് എടുത്തു. സിനിമാറ്റോഗ്രഫിയിൽ ഒരു രക്ഷയില്ല. സൂപ്പറായിട്ട് എത്തിച്ചു. ഉറപ്പായിട്ടും വീണ്ടും വേണ്ടി കാണാൻ പറ്റും. അത്ര ആ ലെവലിലാണ് ചെയ്യിക്കുന്നത്. ആ അൻവർ റഷീദുള്ള ബ്രാൻഡ് ചെയ്ത പടമാണ്. അപ്പൊ മോശമാവൂല ഒരിക്കലും. ആ ലെവലിൽ ചെയ്തിരിക്കുന്ന പടം ഒരു രക്ഷയില്ല. പിന്നെ ഡെത്ത് ഒക്കെ വളരെ നമുക്കൊരു കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രഡിക്റ്റബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗബിൻ ആയതുകൊണ്ട് സൗബിന് ഒരു മേജർ റോൾ കാണുമ്പോൾ നമുക്കൊരു ആദ്യമേ ഒരു തോന്നുമല്ലോ. അതുകൊണ്ട് ഒരു ചെറിയൊരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിലാണ് എടുത്തേക്കുന്നത്. സിനിമാറ്റോഗ്രഫി വാസ് ഗുഡ്. ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ച് ആണ്. ഡെഫിനറ്റ്ലി ഒരു അബവ് ആവറേജ് ഫിലിം തന്നെയാണ്. മ്യൂസിക് ഒക്കെ ടെക്നിക്കൽ സൈഡ് ഒക്കെ അങ്ങനെയുണ്ടോ? കോമഡി ആവശ്യത്തിലുണ്ട്. എല്ലാവർക്കും മക്കാവണമെന്നില്ല. പക്ഷെ പടം കൊള്ളാം. കോമഡി മിസ്റ്റർ പരിപാടി കൊള്ളാം. ചെയ്തിട്ടുണ്ട്. ടോട്ടലി കണ്ടിരിക്കാം. എന്റർടൈൻമെന്റ് ആണോ? ഫുള്ളി എന്റർടൈൻമെന്റ്. ഒരു അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്നോണ്ടാണ് വന്ന് കണ്ടത്. പുള്ളിയുടെ എല്ലാ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ പടം ക്വാളിറ്റി ആണല്ലോ. അതുകൊണ്ട് ഇത് വന്നുകൊണ്ട് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ലായിരുന്നു. കോമഡിയൊക്കെ അടിപൊളിയൊക്കെ കണ്ണു നിനക്ക് അടിപൊളിക്കുന്നു. ഒന്നും പറയാനില്ല. അടിപൊളി. നല്ല രസമുണ്ട്. പടം സൂപ്പറാണ്. സൗബനും അടിപൊളി. എല്ലാരും ഒരേ കണക്കത്തുള്ള റോളാ. പടം തൂക്കിയിട്ടുണ്ട്. കിടിലം പടം. സൂപ്പർ. പക്ക ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മേക്കിങ്ങും മ്യൂസിക്കും എല്ലാം കോമഡി കുറച്ചേ ഉള്ളൂ. പക്ഷെ ഉള്ള സാധനങ്ങളൊക്കെ നൈസായിരുന്നു. ഫാമിലിക്കും കാണാം. മർഡർ മിസ്റ്ററി ആണ്. കോമഡി അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ബേസിലിന്റെ കുറച്ച് നല്ല ഫണ്ണി ബ്ലാക്ക് ഹ്യൂമർ അങ്ങനെ ഒരു കുറ്റാന്വേഷണം അങ്ങനെ കൊള്ളാം. നല്ല രസമുണ്ട്. കുറെ സിംഗിൾ ഷോട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമറ നല്ല രസമുണ്ടായിരുന്നു. ഡയറക്ഷനും നല്ല രസമുണ്ടായിരുന്നു. ഡയറക്ടോറിയൽ ഡെബ്യൂ ആണെന്നൊന്നും തോന്നില്ല. അത് കണ്ടാ തോന്നില്ല. പക്ഷെ കാരണം വർക്ക് വാസ് ഗുഡ്. സ്റ്റോറി ലൈൻ ഇച്ചിരി കുറച്ച് പ്ലോട്ട് ഹോൾസ് പോലെ. അതെ അവസാനം വരെ ആരാണ് കൊലപാതകം. അതെ ആ പാർട്ട് മാത്രം എനിക്ക് ഇച്ചിരി ഓഫായിട്ട് തോന്നി. ഇച്ചിരി. പക്ഷെ എന്നാലും കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അപ്പൊ കണ്ടിരിക്കാൻ നല്ല രസമാണ്. കോമഡി വർക്ക്ഔട്ട് ചെയ്ത് ഈ ഒരു ജോൺറാല് കോമഡിയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോൾ നല്ല രസമായിരുന്നു. അൻവർ റഷീദിന്റെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് അയാളെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാക്കുന്നതാണ് അൻവർ റഷീദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബേസിൽ മിന്നുന്നതെല്ലാം പൊന്നാക്കുന്നതാണ് ബേസിലിന്റെ ആക്ടിങ് എല്ലാം പൊളിയായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്പെക്ടർ വേഷത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ പടം ഒരു ക്രൈം ത്രില്ലറും കൂടെ ആയിട്ടാണ്. ക്രൈം ത്രില്ലറായിട്ട് വന്നെങ്കിലും ഒരു പോലീസായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗെറ്റപ്പായിട്ട് വന്നെങ്കിലും പുള്ളിക്ക് ഭയങ്കര കോമഡിയാണ്. കോമഡി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ അതിൽ നായികയായിട്ട് സൗബിന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള നടിയുണ്ട്. അവൾ നല്ല സെറ്റ് കോമഡിയാണ്. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ലോക്കൽസുകൾ പറയും പോലെ പച്ചയായ മൂഞ്ചി മറ്റേതാണ് മറിച്ചതായ കിണ്ടാച്ചി പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. സൗബിന് നല്ല ആക്ടിങ്. സൗബിന് സൂപ്പർ ആയിരുന്നു. നമ്മുടെ ക്യാമറ വർക്ക് അടിപൊളിയാണ്. കാര്യം നമുക്ക് എന്താ പറയാ, ഈ പടം നമുക്ക് കണ്ടോണ്ടിരിക്കുക ഒരു ത്രില്ലർ ആയതുകൊണ്ട് വലിയ ത്രില്ലറായിട്ട് നമുക്ക് തോന്നൂലെങ്കിലും പക്ഷെ നല്ലൊരു ത്രില്ലറും കൂടെയാണ്. നല്ലൊരു സ്റ്റോറി കൂടെ അൻവർ റഷീദ് നമുക്ക് തന്നിട്ടുണ്ട്. അൻവർ റഷീദിന്റെ പടങ്ങൾ ധാരാളം പാഴായി പോയിട്ടില്ല. ആവേശത്തിന് മുകളിൽ അത് ഒരു നമുക്ക് എന്താ പറയാ, ഇപ്പോഴത്തെ യൂത്തുകൾക്കുള്ള ഒരു ഇതാണ്. ഇപ്പോഴും ഈ പടം യൂത്തുകൾ പറയുന്ന കോമഡിയാണ്. അത് എന്തിനാണ് മൂഞ്ചി ഇങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയല്ല നായികമാരെല്ലാം വന്നത് തേഞ്ഞ് തേഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതാണ് പറയുന്നത് ബേസിൽ മിന്നതെല്ലാം പൊന്നാക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ബേസിലിനെ ഞാൻ പറയുന്നത് വെച്ചാൽ അളിയ കിണ്ടാച്ചി പെർഫോമൻസ്. എന്തോ അവസാനത്തെ അതിനകത്തൊരു സർപ്രൈസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ
അവര് എന്താ പറയാ അത്ര ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇന്നത് കണ്ടുപോകണം അത്രയ്ക്കൊന്നും ഇല്ല. പക്ഷെ കുഴപ്പമില്ല, കണ്ടിരിക്കാം, ഒരു വട്ടം കാണാം, അത്രേ തോന്നിയുള്ളൂ. പിന്നെ ബേസിലും ചെമ്പ വിനോദിന്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. സൗബിന്റെ ആക്ടിങ് എല്ലാ സിനിമയിലും ഒരേപോലെയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ വേറെ മ്യൂസിക് ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ നായിക നല്ല സ്പേസ് ഉള്ള അങ്ങനെ ഒരു ഇതുണ്ട്. ട്വിസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അപ്പോൾ കണ്ടിട്ട് നല്ല ഡീസന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല, ഒരു ഡീസന്റ് ഓക്കെ എബോ ആവറേജ് ഫീലാണ് തോന്നിയത്. മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സൗബിനും ചെമ്പ വിനോദും അടിപൊളിയായിരുന്നു ആക്ടിങ്. പിന്നെ നായികേറ്റം വന്ന ആ കുട്ടി അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ടെറൈനൊക്കെ അടിപൊളിയായിരുന്നു, ഒരു ഡാർക്ക് മൂഡോട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഫൈറ്റൊക്കെ അടിപൊളി സൂപ്പറായിരുന്നു. ആർട്ട് വർക്ക്